ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇപ്പോൾ ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞല്ലോ ഏത് സർക്കാരും അധികാരമേൽക്കുമ്പോൾ അല്പം സമയം നൽകണം എന്നുള്ളത്. അങ്ങനെ ഒരു സമയം നൽകൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ഇല്ല, ഒരു സർക്കാർ അതിന് പ്രവർത്തിക്കാനുള്ള, അത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള സമയം ആവശ്യമാണ്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സമയത്തിനപ്പുറത്ത് ആ സർക്കാർ സ്വീകരിക്കുന്ന നയം എന്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ആശാവർക്കർമാരുടെ ഓണറേയും വർദ്ധിപ്പിക്കുന്നത്, പാചകത്തൊഴിലാളികൾക്ക് ഓണറേയും കൂട്ടി നൽകുന്നത്, ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ ഒരു ക്ഷേമ ഘടനയുമായി ബന്ധപ്പെട്ട് ഏത് സർക്കാർ വന്നാലും അത് അനിവാര്യമായിട്ടുള്ളതാണ്. അങ്ങനെയല്ലാതെ മറ്റൊരു തീരുമാനത്തിലേക്ക് ഒരു സർക്കാരിനും പോകാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സർക്കാരിന് പ്രവർത്തിക്കാനുള്ള, ഈ സർക്കാരിന് അതിൻ്റെ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാനുള്ള സമയം കൊടുക്കും. അത് ജനങ്ങൾക്ക് എത്രത്തോളം അനുകൂലമാണ്, ജനങ്ങളുടെ താല്പര്യങ്ങളെ എത്രത്തോളം പ്രതിനിധാനം ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമ്മളെല്ലാവരും, ഡോക്ടർ ഗോപകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലൊരു നിലപാട് സ്വീകരിക്കുക. ഇപ്പോൾ ഇവിടെ വിഷ്ണുനാഥ് പറഞ്ഞല്ലോ, ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പോവുകയാണെന്ന്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. കേരളം 2016 പിണറായി വിജയൻ അധികാരമേറ്റെടുക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക നില എത്രത്തോളം പരിതാപകരമായിരുന്നു എന്ന കാര്യം വസ്തുതാപരമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയുമല്ലോ. എങ്ങനെയാണ് കേരളം തനത് നികുതിയിൽ തന്നെ 1,00,000 കോടിയോളം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത്, അതിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ വർധനവുണ്ടായത്? എങ്ങനെയാണ് അതിൻ്റെ നികുതി സ്രോതസ്സുകൾ ആഭ്യന്തരമായി വികസിപ്പിക്കാൻ കഴിഞ്ഞത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ വസ്തുനിഷ്ഠമായി നമുക്ക് പരിശോധിക്കാനൊരു അവസരമാണല്ലോ. തർക്കങ്ങൾക്കപ്പുറത്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. കണക്കുകൾ തെറ്റുണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഡിബേറ്റ് വളർത്താമല്ലോ. കേരള സമ്പദ്ഘടന നേരിടുന്ന പ്രതിസന്ധിയെ മറികടക്കുന്ന വഴികൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. അപ്പോൾ വൈറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ഈ ഇത്തരം ചാനൽ ചർച്ചകളിൽ വരുന്ന സുഹൃത്തുക്കളൊക്കെ ചരിത്രത്തെ ഒന്ന് നോക്കുന്ന ആൾക്കാരാണല്ലോ. 2001 AK ആൻ്റണിയുടെ ഗവൺമെൻറ് വന്നപ്പോൾ ഇതേപോലൊരു വൈറ്റ് പേപ്പർ ഇറങ്ങിയിരുന്നു സ്മൃതി. ആ വൈറ്റ് പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ AK ആൻ്റണി സർക്കാർ സ്വീകരിച്ച കരിനിയമങ്ങൾ എന്തായിരുന്നു നമുക്കറിയാം. കുപ്രസിദ്ധമായ ജനുവരി 16, 2002 ജനുവരി 16 ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. തീർച്ചയായിട്ടും കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ ചെലവ് ചുരുക്കലിൻ്റെ മറവിൽ ഒരു തരത്തിലും കേരളത്തിൻ്റെ ക്ഷേമഘടനയിൽ അധിഷ്ഠിതമായ സർക്കാർ സംവിധാനത്തെ, സിവിൽ സർവീസിനെ നിശബ്ദമാക്കുന്നതോ അതിനെ നിഷ്ക്രിയമാക്കുന്നതോ അതിനെ ഡൗൺ സൈസ് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു നടപടി ഉണ്ടാകരുത്. അത്തരം നടപടികൾ നമുക്ക് തലക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് രാഷ്ട്രീയത്തിൽ ചില നയപരമായ വ്യത്യാസങ്ങളെ പഠിക്കുന്ന ആളെന്ന നിലക്ക് എന്നെ പോലുള്ള ആളുകളെ അലട്ടുന്നുണ്ട്. CPM പോലുള്ള പാർട്ടികൾ അത് ഗൗരവാവഹമായി കാണുന്നുണ്ട്. ഒരു കാരണവശാലും ചെലവ് ചുരുക്കലിൻ്റെ മറവിൽ കേരളത്തിൻ്റെ സേവന മേഖലകളായ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയെ കൈയൊഴിയരുത്. 2011 ഉമ്മൻചാണ്ടി വന്ന ഉടനെ 124 അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് ഉടനെ NOC കൊടുത്തത്. എത്രയോ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാനുള്ള അനുമതിയുണ്ടായി. അത്തരം കടും കൈകളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ജ്യോതികുമാർ ചാമക്കാലയെ എനിക്ക് അഭിനന്ദിക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം MLA ആയതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ചർച്ചയിൽ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല സമ്മേളനത്തോടു കൂടി നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയണം. അത് ചർച്ച ചെയ്തുകൊണ്ട് ഏതാണ് ശരിയായ നിലപാടുകളെന്ന് രൂപീകരിച്ച്, സർക്കാർ 5 വർഷത്തേക്ക് VD സതീശൻ്റെ സർക്കാരാണ്, UDFൻ്റെ സർക്കാരാണ്. ആ സർക്കാരിനെ കൊണ്ട് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള നടപടികളിലേക്ക് നയിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ധർമ്മം. അതോടൊപ്പം തന്നെ കേന്ദ്ര നയങ്ങൾക്കെതിരായിട്ട് കഴിഞ്ഞ പ്രതിപക്ഷം എടുത്ത നിലപാടായിരിക്കില്ല LDF എടുക്കുക. കേന്ദ്ര നയങ്ങൾക്ക്, ഫെഡറലിസത്തെ തകർക്കുന്ന BJPയുടെ നയങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ പ്രതിരോധം ഉയർത്താൻ ഈ സർക്കാർ സന്നദ്ധമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ നേരിട്ട ഒരു പ്രതിസന്ധി ഈ സർക്കാരിനുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കില്ല. കേന്ദ്ര സർക്കാരുകൾക്ക് നൽകുന്ന, ഇന്ത്യയിലെ എല്ലാ BJP ഇതര സർക്കാരുകളോടും എടുക്കുന്ന അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനങ്ങളെ എതിർക്കാൻ, പ്രതിരോധിക്കാൻ ഇടതുപക്ഷം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.